الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين رضينا قسمة الجبار فينا لنا علم وللأعداء مآل فإن المال يفنى عن قريبي وإن العلم يبقى لا يزول സർവാദരണീയരായ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, അതിമഹത്തായ ഈ മജ്‌ലിസിൽ വെച്ച് സനദ് സ്വീകരിച്ച റസ്വി പണ്ഡിതന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വളരെയധികം ബറക്കത്ത് നിറഞ്ഞ ഒരു മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഉലമാഇനെ ബഹുമാനിക്കുന്ന അതിപ്രധാനമായ ഒരു ചടങ്ങാണ് സനദ് ദാനം എന്ന് പറയുന്നത്. ഉസ്താദുമാരുടെ സമക്ഷത്തിൽ വലിയ പണ്ഡിതന്മാരുടെ മഹൽ വ്യക്തിത്വങ്ങളുടെ കരങ്ങളിൽ നിന്ന് പഠിച്ച അറിവുകൾക്കുള്ള വലിയൊരു അംഗീകാരമായി കിട്ടിയ ഈ സനദ് മുമ്പ് കാലം മുതൽക്ക് തന്നെ പണ്ഡിതന്മാർക്ക് നൽകി വരുന്ന ഒരു വലിയ അംഗീകാരമാണ്. വർഷങ്ങളോളം ഇൽമ് പഠിച്ചതിന് ലഭിക്കുന്ന ഒരു സ്വീകാര്യതയും ജനങ്ങളിലേക്ക്
ഖിദ്മത്തിന് പുറപ്പെടാനുള്ള ഒരു ധൈര്യവുമാണ് സനദിലൂടെ കൈമാറപ്പെടുന്നത്. ആ നല്ല സദസ്സിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ബഹുമാനം മനുഷ്യന് നൽകുന്നതിന് കാരണമാക്കിയത് അറിവാണ്, ഇൽമാണ്. അതിൽ ദീനിൻ്റെ ഇൽമിന്, ഉലൂമുദ്ദീനിയക്ക് കൂടുതൽ പ്രസക്തിയുണ്ട്. ദീനി അറിവുകൾ പഠിച്ചു തീർക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ആയുഷ്കാലം മുഴുവനും ഇൽമ് പഠിക്കാനുള്ള പരിശ്രമം ഉണ്ടായിരിക്കണം. ഏത് അറിവ് സ്വായത്തമാക്കണമെങ്കിലും എല്ലാ ആണിനും പെണ്ണിനും ഏറ്റവും അധികം ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ് സ്വബർ എന്ന് പറയുന്നത്. അത് പൂർണാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രകടിപ്പിച്ച് അങ്ങേയറ്റം സ്വബറോടുകൂടെ ജീവിച്ച ആളുകൾക്ക് അല്ലാഹു തആല നൽകിയ അറിവിൻ്റെ ആഴവും വിശാലതയും നമുക്ക് വിവരിച്ച് വർണ്ണിച്ചു തീർക്കാൻ കഴിയില്ല. ഒരു ഉസ്താദിൽ നിന്ന് 10, 16, 20, 25 വർഷങ്ങൾ പഴയകാലത്തെ ഉലമാ ഇൽമ് സ്വീകരിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ അല്ലാഹു തആല അവർക്ക് നൽകുന്ന മാനസിക വിശാലത, അറിവ് കൊണ്ട് അല്ലാഹു തആല അവർക്ക് നൽകുന്ന നേട്ടങ്ങൾ ദുനിയാവിൽ ആർക്കും അത് സങ്കൽപ്പിക്കാവുന്നതിലും വർണ്ണിക്കാവുന്നതിലും അപ്പുറമാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ കുറഞ്ഞ കാലത്ത് ഇൽമ് പഠിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ബഹുദൂരം സഞ്ചരിച്ച് മദീനയിൽ ദർസ് നടത്തുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അവിടെയുള്ള മുതഅല്ലിമുകൾ ഉസ്താദ് അവർകളിൽ നിന്ന് കേൾക്കുന്ന അറിവുകൾ മുഴുവനും മുന്നിൽ വിരിച്ചിരിക്കുന്ന കടലാസുകളിൽ പകർത്തി എഴുതാൻ പേന ഉപയോഗിച്ച് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ അന്ന് വരെ ഒരു പേനയും പേപ്പറും ലഭിക്കാതെ ഇൽമിൻ്റെ വഴിയിലായി അശ്രാന്ത പരിശ്രമം നടത്തി കഷ്ടപ്പെടുന്ന മഹാനുഭാവനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഓരോ പഠനത്തിന് വേണ്ടി ഓരോ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വലിയ ക്ഷമയും കഠിനാധ്വാനവും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉമ്മമാർ, ഉപ്പമാർ കുട്ടികൾക്ക് ഏറ്റവും അധികം പറഞ്ഞു പഠിപ്പിക്കേണ്ടത് അറിവ് പഠിക്കുന്നതിലുള്ള ക്ഷമയാണ്. നമ്മുടെ മക്കൾക്ക് അറിവ് കൂടുതലായി പകർന്നു കിട്ടാൻ, അവരുടെ മനസ്സിന് നിർമ്മലമായ അവസ്ഥ ഉണ്ടായിത്തീരാനും ഒരിക്കലും മനസ്സിനെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള സുഖങ്ങളിലേക്കൊന്നും നമ്മുടെ മക്കളെ വലിച്ചേക്കരുത്. അതിലേറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതാണ് പാകപ്പെടുത്തിയ രീതിയിലുള്ള ഭക്ഷണം നൽകുക എന്നത്.
മുതഅല്ലിമുകൾക്ക് ഇൽമു കൂടുതലായി കിട്ടുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. ചുരുങ്ങിയ രീതിയിലുള്ള ഭക്ഷണം, ചുരുങ്ങിയ വിശ്രമം, ചുരുങ്ങിയ സുഖം. വിശാലമായ സുഖാടിസ്ഥാനത്തിലൊക്കെ പഠിക്കുന്ന ആളുകൾ ഇന്ന് വിവിധ ഭാഗങ്ങളിലുണ്ട്. പക്ഷേ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ക്ഷമാപൂർവം പഠിക്കുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ നേട്ടവും ഒന്നും അവരിൽ കാണുവാൻ കഴിയില്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ആ ദുരന്തങ്ങളൊക്കെ ഇന്ന് ആളുകളിൽ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലായി മക്കൾക്ക് ഭക്ഷണം നൽകുമ്പോൾ ഓർമ്മക്കുറവ് സംഭവിക്കുന്നു, പഠിക്കാനുള്ള മനസ്ഥിതി കുറയുന്നു, ഉത്സാഹം കുറയുന്നു, ഗൗരവ സ്വഭാവങ്ങളും പ്രതികരണങ്ങളുമൊക്കെ വർദ്ധിക്കുന്നു, അനുസരണക്കേടും ഒരുപക്ഷെ കൂടുതലായി വരുന്നു. പാകപ്പെടുത്തിയ ഭക്ഷണമാകുമ്പോൾ അതിന് നല്ല സുഖം ലഭിക്കും. ഏറ്റവും അധികം ഇൽമു പഠിക്കുന്ന രംഗത്ത് ക്ഷമ നല്ലോണം അനുഭവിക്കേണ്ടി വരും എന്നതിന് പരിശുദ്ധ ഖുർആൻ എല്ലായ്പ്പോഴും നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവർ നടത്തിയ പഠനയാത്ര. ഖദർ അലൈഹിസ്സലാമിൻ്റെ കൂടെ മൂസാ നബി അലൈഹിസ്സലാം ഇൽമു പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ മുന്നോട്ട് ആദ്യമായി പറഞ്ഞ കാര്യം ഇന്നക ലൻ തസ്തതിഅ മഇ സ്വബ്റ, എൻ്റെ കൂടെ ക്ഷമയോടുകൂടെ വർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു എനിക്ക് നൽകിയ അറിവിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു നൽകണമെന്നാണ്. അതിന് കാര്യമായി നിങ്ങളോട് പറയാനുള്ളത് ക്ഷമാപൂർവം സഹകരിക്കണം. എന്നോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷമ പാലിക്കണം. ക്ഷമയോടുകൂടെ നിങ്ങൾ എന്നോടൊപ്പം സഹകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു തആല എനിക്ക് നൽകിയ ഇൽമിൽ നിന്ന് ഒരുപാട് പകർന്നു നൽകാൻ കഴിയും. അവരുടെ ചരിത്രം വിശദീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു മൂസ, മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, കുറച്ചുകൂടി ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഇനിയും കാണാമായിരുന്നു, പഠിക്കാമായിരുന്നു. അത് 3 എണ്ണത്തിൽ മാത്രം ചുരുങ്ങി, മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ആദ്യമായി പറഞ്ഞ വിഷയം അതാണ്, ഇന്നക ലൻ തസ്തതിഅ മഇ സ്വബ്റ. ഉന്നതങ്ങളിൽ എത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടത് ക്ഷമാപൂർവമുള്ള ജീവിതമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇൽമു പഠിക്കാൻ വേണ്ടി മദീന മുനവ്വറയിൽ ഒരുമിച്ച് കൂടിയ മഹാരഥന്മാർക്കും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണവിശേഷണം സ്വബർ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദായ ഹമ്മാദുദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ കഴിഞ്ഞപ്പോഴും മുറുകെ പിടിച്ചിരുന്ന വിഷയം ക്ഷമയാണ്. ക്ഷമാപൂർവം ഉസ്താദിനോടൊപ്പം കഴിഞ്ഞു. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഹമ്മാദുദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന അതേ ഭാഷയിൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് പ്രതികരിച്ചു. ഹമ്മാദുദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇൽമു തഫ്സീർ, ഇൽമുൽ ഫിഖ്ഹ്, അതുപോലെ തന്നെ ഇൽമുൽ കലാം, ഇൽമുൽ അഖ്ലാഖ് ഒക്കെ നിങ്ങൾ പഠിച്ച് സ്വായത്തമാക്കിയിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് മതിയല്ലോ. 10-40 വർഷക്കാലം നിങ്ങൾ ഇൽമു പഠിച്ചില്ലേ, അതുപോലെ നിങ്ങൾക്ക്. ഇതൊക്കെ പറയുമ്പോഴും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ക്ഷമാപൂർവം ഉസ്താദിൻ്റെ ആ നിർദ്ദേശം അങ്ങനെ കേട്ടു നിൽക്കുകയാണ്.
ബാക്കിയുള്ള കുട്ടികളും ഇങ്ങനെ ഒരു ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഉസ്താദ് ഇറങ്ങി വന്നിട്ട് അവരോട് പറയും, ഞാൻ പറയും പോലെ നിങ്ങൾ അദ്ദേഹത്തോട് പറയരുത്. നിങ്ങളെല്ലാവരെയും ഞാൻ പരിശോധിച്ചു, പരീക്ഷിച്ചു. എൻ്റെ പരീക്ഷണത്തിൽ പലപ്പോഴും നിങ്ങൾ പരാജയപ്പെട്ടവരാണ് പല ആളുകളും. പക്ഷേ നിങ്ങൾക്കിടയിലിരിക്കുന്ന ഈ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന കുട്ടിയെ ഞാൻ പരീക്ഷിച്ചു. എത്ര പരീക്ഷിച്ചിട്ടും ആ കുട്ടിയെ എനിക്ക് മനസ്സിലായത് ജബലല്ലായ തഹറക്, കുലുക്കമില്ലാത്ത ഒരു പർവ്വതമാണ്. ഞാൻ എത്ര പരീക്ഷിച്ചിട്ടും ഒരു വിയോജിപ്പ് പോലും ഇത്ര കാലമായിട്ട് എന്നോട് പ്രകടിപ്പിച്ചിട്ടില്ല. ഉസ്താദിന്റെ കൂടെ നടക്കുമ്പോഴാണ് നല്ല തണുപ്പുള്ള ഒരു പകലിൽ സുബഹി നിസ്കാരത്തിന് ശേഷം ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദിയുടെ ഇടയിലൂടെ സ്ഥാപിച്ച ചെറിയൊരു പാലത്തിൻ്റെ മുകളിലൂടെ ഉസ്താദും ശിഷ്യന്മാരുമൊക്കെ നടക്കുമ്പോൾ സുബഹി നിസ്കാരത്തിന് ശേഷം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ ഹമ്മാദുദ്ദബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഒരു കൈ കൊണ്ട് പിടിച്ച് നേരെ താഴ്ഭാഗത്തേക്ക് അങ്ങോട്ടിട്ടു. തണുത്തു ഊറിക്കിടക്കുന്ന ജലാശയത്തിലേക്ക് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചിടുമ്പോൾ നേരെ കാണുന്ന കാഴ്ചയിൽ ഒരു പക്ഷേ ഇത് വിമർശിക്കാൻ തോന്നും. പക്ഷേ ഉസ്താദിൻ്റെ മനസ്സിൽ ഒരു ശിഷ്യനെ പരിശോധിക്കേണ്ട ഇടം പ്രധാനമായും പല രൂപത്തിലുണ്ട്. പല രൂപത്തിൽ ആ പരീക്ഷണം വരും. അത് സഹിച്ച് ക്ഷമിച്ച് ത്യജിച്ച് നിൽക്കാൻ കഴിയണം. അപ്പോഴാണ് ഉയരങ്ങളിലേക്ക് ഒരാൾക്ക് എത്താൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ക്ഷമ പല കാലങ്ങളിലും കുറഞ്ഞു വരുമ്പോൾ കിട്ടുന്ന ഇൽമിനും അതുപോലെ തന്നെ കുറവ് സംഭവിക്കും. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചെടുത്ത് താഴ്ഭാഗത്തേക്ക് ഒരു കൈ കൊണ്ടുയർത്തിയിട്ട് താഴോട്ടിടുമ്പോൾ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർ മുഴുവനും അത്ഭുതപ്പെട്ടുപോയി. മഹാനവറുകൾ വിജയിക്കുന്ന ഒരു രംഗം അവരെല്ലാവരും കണ്ടു. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നേരത്തെ കുളിക്കലും സുന്നത്താണ്. അപ്പൊ താഴോട്ട് പോകുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതു ഗുസ്ലൽ ജുമുഅ, അതാ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വെള്ളിയാഴ്ചയല്ലേ, ജുമുഅന്റെ കുളി ഞാൻ കരുതി. അങ്ങനെ താഴോട്ട് പോകുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് പോക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന ഇൽമ് എഴുതി വെച്ചിരിക്കുന്ന കുറെ കടലാസുകളുണ്ട്. അതെടുത്ത് മഹാനവറുകൾ ഇങ്ങനെ പൊക്കിപ്പിടിച്ചു. അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരാതിരിക്കാൻ വേണ്ടി. കുളി പൂർണ്ണമാകണമെങ്കിൽ ശരീരം മുഴുവനും നനയണ്ടേ. കുറച്ചുകൂടി കഴിഞ്ഞ് ഇടത്തെ കൈ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് ഉണങ്ങിയ ശേഷം കടലാസ് അതിലേക്ക് മാറിയിട്ട് വലത്തെ കൈ വെള്ളത്തിലിട്ട് മുക്കി. കുറെ നേരം കരയിൽ ഇങ്ങനെ കാത്തു നിന്നു. സൂര്യൻ ഉദിച്ചു വന്ന് നല്ല ചൂടായി, വെള്ളമൊക്കെ ഒലിച്ചിറങ്ങി, വസ്ത്രങ്ങളൊക്കെ ഉണങ്ങിയ ശേഷം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു വീണ്ടും ഷെയ്ഖ് ഹമ്മാദുദ്ദബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിലേക്ക് എത്തുകയാണ്. കുട്ടികളെല്ലാവരും ശിഷ്യന്മാര് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു, ഈ ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾ പോകുമെന്നാണ് ഞങ്ങൾ കണ്ടത്. പക്ഷേ നിങ്ങൾക്ക് അവിടെയും വിജയിക്കാൻ കഴിഞ്ഞു. എങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞത്? പഠിച്ചറിഞ്ഞ ഇൽമ് പ്രാവർത്തികമാക്കി മഹാനവറുകൾ ജയിച്ചു. പഠിക്കുന്നതോടൊപ്പം ജയിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട മാർഗം അതാണ്. ഇൽമ് നഫ്ഉള്ള ഇൽമാക്കി മാറ്റുക. എന്നാൽ അല്ലാഹു തആല ഒരുപാട് അധ്യായങ്ങൾ പഠിക്കാതെ തന്നെ അറിയിച്ചു തരും. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്, ഇമാം നബി റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർക്കൊക്കെ ധാരാളം അധ്യായങ്ങൾ അല്ലാഹു തആല പകർന്നു നൽകിയതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം അതാണ്. പഠിക്കുന്ന ഇൽമ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടു നടന്നു. അത് തന്നെയാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആലയും പഠിപ്പിക്കുന്നത്. പഠിച്ചിറങ്ങിയ ആളുകളുടെ കൂട്ടത്തിൽ യുത്തിൽ ഹിക്മത മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല ഹിക്മത്ത് നൽകും. ആ ഹിക്മത്ത് നൽകപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമുക്ക് ലഭിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ലഭിക്കുന്ന ഇൽമ് ഹിക്മത്തായി മാറണം. ഹിക്മത്ത് എന്ന വാക്കിന് മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ വിവിധ തഫ്സീറുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് നൽകിയ തഫ്സീർ അൽ ഇൽമുൻ നാഫിഉ അൽ മുഅദ്ദി ഇലൽ അമൽ. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം, തന്ത്രം, യുക്തി എന്നൊക്കെ പല ഭാഷയിലും വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും അമലിലേക്ക് നയിക്കുന്ന ഉപകാരപ്രദമായ അറിവ്, പഠിച്ചത് അങ്ങനെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുക, അത് ദീനിന്റെ വലിയ ദഅവത്താണ്. ദഅവത്തുകളിൽ ഏറ്റവും വലിയ ദഅവത്താണ്. പഠിച്ചതനുസരിച്ച് ജീവിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകുമാറാകട്ടെ. അങ്ങനെ ആകുമ്പോൾ അത് പകർത്താൻ ഒരു തലമുറ മൊത്തം ഉണ്ടാകും, എല്ലാവരും ഉണ്ടാകും. അങ്ങനെയാണ് ഉസ്താദ് ചെയ്തിരുന്നത്, അങ്ങനെയാണ് ഉസ്താദ് ചെയ്യാറുള്ളത്. അത് ഉളൂഇലും കുളിയിലും ഭക്ഷണം കഴിക്കുന്നിടത്തും നിത്യജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുക. അവിടെയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ജയിക്കേണ്ടത്. നമ്മുടെ ഇൽമ് ഏറ്റവും ഉപകാരപ്രദമായി പ്രകാശിക്കേണ്ടത് അവിടെയാണ്. ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരു ആലിമ് മുതല്ലിമ് ഭക്ഷണം കഴിക്കുന്നതും ഇൽമുള്ള ഒരാൾ ഭക്ഷണം കഴിക്കുന്നതും മറ്റുള്ളവരെ പോലെയാകരുത്, വേറിട്ട രീതിയിലാകണം. അതേ രൂപത്തിൽ തന്നെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ മാറ്റം കാണണം. നാം എടുക്കുന്ന വുളൂഉം മറ്റുള്ളവർ എടുക്കുന്ന വുളൂഉം മാറ്റമുണ്ടോ? മാറ്റമുണ്ടാകണം. സുന്നത്തുകളായി പഠിപ്പിക്കപ്പെട്ട സുന്നത്തുകളൊക്കെ ഇനി ആരാണ് നിർവഹിക്കുന്നത്? നമ്മളാണത് നിർവഹിക്കേണ്ടതും പ്രകാശിപ്പിക്കേണ്ടതും. നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് സുന്നത്ത് പകർത്തി കാണിച്ചു കൊടുക്കണം. നാം കാരണം ഏതെങ്കിലും ഒരാണ്, ഒരു പെണ്ണ് ഒരു സുന്നത്ത് നിത്യജീവിതത്തിൽ പതിവാക്കാൻ കാരണമാകണം. അവരിൽ നിന്നാണ് ഞാനത് പഠിച്ചത്, അവരാണ് എനിക്കത് പഠിപ്പിച്ച് പകർത്തി തന്നത് എന്നത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കേണ്ട വലിയൊരു അംഗീകാരമാകണം. മഹാന്മാർക്ക് ലഭിച്ച വലിയൊരു അംഗീകാരം അങ്ങനെയായിരുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഉസ്താദിൽ നിന്ന് സ്വീകരിച്ച ശൈലിയിൽ ജീവിതത്തിൻ്റെ നിത്യജീവിതത്തിൽ അവർ പകർത്തിയിരുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അടുത്ത തലമുറ അതങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ് അവർകൾ ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്നത്, അവർ പഠിപ്പിച്ചു തന്ന അതേ ശൈലിയിൽ തന്നെയാണ്. പഠിച്ചത് മറ്റൊരു ശൈലിയിലും ജീവിതത്തിൽ പകർത്തുന്നത് വേറൊരു ശൈലിയുമായാൽ നമ്മുടെ ഇൽമിന് ഉപകാരം കുറയും. ഉപകാരപ്രദമായ ഇൽമു നൽകപ്പെടുന്നവർ ധാരാളം നന്മകൾ അവർക്ക് നൽകപ്പെട്ടുപോയി. ഉപകാരപ്രദമായ അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 തരത്തിലുള്ള അറിവുകളാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞ 3 അറിവുകൾ നമ്മുടെ സമൂഹം ഇനിയും ആ അറിവുകൾ കൂടുതൽ സ്വായത്തമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മുടെ സമൂഹത്തിൽ പഠിക്കുന്ന സമയങ്ങൾ പഠിതാക്കൾക്ക് കുറഞ്ഞു പോയതുകൊണ്ട് അറിവ് നേരെ ചൊവ്വേ പഠിച്ചെടുക്കുന്നതും പ്രാക്ടിക്കലാക്കുന്നതും കുറഞ്ഞു വരുന്നുണ്ട്. മദ്രസ തലങ്ങളിൽ തന്നെ നല്ലോണം പഠിക്കാൻ ബുദ്ധിയും പക്വതയും എത്തുന്ന കാലത്ത് മെമ്പർമാര് കുറയുന്നത് നമ്മുടെ സമൂഹത്തിന് സൃഷ്ടിക്കുന്ന വലിയ ക്ഷീണമാണ്. ഏറ്റവും നല്ല കാര്യബോധമുള്ള വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന തലങ്ങളിൽ എണ്ണം കുറയുന്നു. അത് പേടിപ്പെടുത്തുന്ന സംഗതിയാണ്. 5ാം ക്ലാസ് വരെ ഒരു പക്ഷേ എണ്ണം കുറയാതെ നമ്പർ അങ്ങനെ പോകും. 5ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, എണ്ണം പ്രായത്തിൽ പഠിച്ചെടുക്കേണ്ട കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളിൽ തന്നെ അവഗാഹം നേടേണ്ട, നല്ലോണം പഠിക്കേണ്ട തലങ്ങളിൽ വളർന്നു വരുന്ന ആ ഒരവസരത്തിൽ എണ്ണം ചുരുങ്ങുന്നു. 5ാം ക്ലാസ്സിൽ 50 ആളുകൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ
7-ലെത്തുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം കുറഞ്ഞുപോയി. 7-ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 8-ലെത്തുമ്പോൾ വിരലിൽ എണ്ണാവുന്ന മെമ്പർമാർ മാത്രം. അത് വലിയ ക്ഷീണമാണ് നമ്മുടെ സമൂഹത്തിന് വരുത്തിവെക്കുന്നത്. അവിടെയാണ് കാര്യമായി നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. എണ്ണം കുറയരുത്. ആ പോകുന്ന എണ്ണങ്ങളെ തിരിച്ചെടുത്ത് വീണ്ടും അവർക്ക് വിജ്ഞാനം പകരണം. അങ്ങനെയുള്ള ആളുകൾ കുറച്ചുകൂടി കഴിഞ്ഞ് എല്ലാ ജീവിതത്തിന് ആവശ്യമായ ഭൗതിക വിജ്ഞാനങ്ങളൊക്കെ കരഗതമാക്കി ഉയർന്ന സ്റ്റേജിലെത്തിയിട്ട് കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ പക്വതയിലൂടെ പഠിക്കേണ്ട, പകർത്തിയെടുക്കേണ്ട പല വിഷയങ്ങളും അറിവില്ലാത്ത രൂപത്തിലാണ് ജീവിതത്തിലേക്ക് പാദമൂന്നുന്നത്. അത് വലിയ ക്ഷീണമായി കാണുന്നുണ്ട്. നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പല വിവരങ്ങളും അറിയാത്തവർ വർദ്ധിച്ചു വരുന്നു. നേർക്ക് നേരെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ അപാകതകൾ ധാരാളം വർദ്ധിച്ചു വരുന്നു. നിർബന്ധമായുള്ള കർമ്മങ്ങളിൽ വരെ അജ്ഞതകളാണ് അധികം വരുന്നത്. സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ കൂടുതൽ ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞേക്കും. പക്ഷേ അതുകൊണ്ട് വിജ്ഞാനങ്ങൾ വർദ്ധിപ്പിക്കുന്നിടത്ത് കാര്യമായി ശ്രദ്ധ ചെലുത്തിയേ പറ്റൂ, എങ്കിലേ അതുണ്ടാകൂ. അതിന് 1 മണിക്കൂറാണ് ക്ഷമാപൂർവം പഠിപ്പിക്കാൻ കഴിയുന്നതെങ്കിൽ പഠിപ്പിക്കണം. ഉപ്പമാര്, ഉമ്മമാര് വിജ്ഞാന തലങ്ങളിൽ നമ്മുടെ മക്കളെ ജാഗരൂകരായി നല്ല ഉപദേശങ്ങൾ നൽകിയിട്ട് നല്ലോണം വളർത്തണം. 7-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലുമൊക്കെ മതിയാക്കുന്ന ആളുകൾ, ചെറിയ കുട്ടികൾ, അതുപോലെ തന്നെ അവർ വലുതായി വരുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് നിൽക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളിൽ അപാകതകൾ വർദ്ധിച്ചു വരുന്നു. നിസ്കാരത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രമല്ല, ആ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഒന്നും പരിഗണിക്കാത്ത വിധത്തിലാകുന്നു. പരിഗണിക്കാത്ത വിധത്തിൽ. അപ്പൊ പിന്നെ നമ്മൾ അപ്പുറത്ത് അവരോട് എങ്ങനെ ഒന്ന് തുടർന്ന് നിസ്കരിക്കാന്നുള്ള ബേജാറിൽ ആളുകൾ ചോദിക്കുന്നത്, അയാൾ അപ്പുറം ആ നിസ്കരിക്കുന്ന ആൾ ഒരു ഇമാമന്നല്ലേ, അയാളോട് കൂടെ തുറന്ന് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയാൾ നിസ്കരിക്കുന്നല്ലേ. എന്താ നിങ്ങൾ ചോദിക്കുന്നത്? അദ്ദേഹത്തോട് തുടർന്ന് നിസ്കരിക്കാനാണോ നമ്മോട് പറയുന്നത്? ഏത് നിലക്കാണ് തുടർന്ന് നിസ്കരിക്കുക? അയാളൊന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും, തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല്ലേ? എന്താ ഉസ്താദേ, അയാൾ സുജൂദിലേക്ക് പോകുമ്പോൾ എന്താ കുഴപ്പം? അല്ല, കുറച്ച് 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ പറയണം. സുജൂദിലേക്ക് അയാൾ പോയപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ സുജൂദ് ചെയ്യുന്ന ഒരാളെ എങ്ങനെ തുടർന്ന് നിസ്കരിക്കുക? അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അപ്പുറത്ത് വേറെ ഒരു ജമാഅത്ത് വേറെ തുടങ്ങിക്കൂടി. അതെന്താ അപ്പുറത്ത് വേറെ ജമാഅത്ത് ഇപ്പോൾ തുടങ്ങാൻ പറഞ്ഞത്? ആ സുജൂദിൽ വെക്കേണ്ട അവയവങ്ങൾ എങ്ങനെയാ വെച്ചിരിക്കുന്നത്? കാല് വെച്ചിരിക്കുന്നത് ഇങ്ങനെ, അതാ കാലിൻ്റെ വിരലൊക്കെ ഇങ്ങനെ മടക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. കാലിൻ്റെ വിരലിൻ്റെ പള്ളയാ മടക്കി വെക്കേണ്ടത്, കാലിൻ്റെ പുറംഭാഗമല്ല മടക്കി വെക്കാൻ പറഞ്ഞത്. അതുകൊണ്ടങ്ങൾ അദ്ദേഹം തുടങ്ങിയിട്ട് ഉറക്കാത്തായിട്ടുള്ളൂ. നിങ്ങൾ ചോദിക്കുന്നുള്ള നിലക്കാണ് ഞാനും എൻ്റെ കൂടെ ഉള്ളവരും ജമാഅത്ത് തുടങ്ങാൻ നിൽക്കുന്നത്. നിങ്ങൾ ചോദിച്ചും ചെയ്തു, അൽഹംദുലില്ലാ. ഇനി ഒന്ന് നോക്ക് സുജൂദ്. അത് കൈ വെച്ചിരിക്കുന്നത് നോക്ക്. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല, കൈ വെച്ചിരിക്കുന്നത് നോക്ക്. കൈ ഇങ്ങനെ എഴുന്നേൽക്കാനുള്ള സൗകര്യത്തിൽ ഇങ്ങനെയാ കുത്തി വെച്ചിരിക്കുന്നത്. ഇതെന്തോ ഒരു ജിമ്മിന് പോയതാ തോന്നുന്നുണ്ട്. നിസ്കാരത്തിൽ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത്. എന്നാ പിന്നെ വേഗം എഴുന്നേൽക്കാലോ. ഇങ്ങനെ വെക്കേണ്ടടുത്ത് ഇങ്ങനെ അവനാൻ്റെ സൗകര്യം പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി അതിനൊക്കെ തുടരാൻ പറ്റുമോ? ഒരു നിസ്കാരത്തിൻ്റെ ഒരു ഷർത്തും ഫർളും അറിയാത്ത ആളോടൊക്കെ പോയി തുടരുക. ഒരു മൂളൊക്കെ അങ്ങനെ ഉണ്ടായാൽ മതിയോ? എന്തെങ്കിലും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ മാത്രം പറഞ്ഞാൽ മതിയോ? ബാക്കിയൊക്കെ ശരിയാകണ്ടേ? ചോദിച്ച ആളോട് ഞാൻ പറഞ്ഞു, ഏത് രൂപത്തിൽ ഞങ്ങൾ അയാളോട് തുടരാൻ പറഞ്ഞു? തുണി ആളെടുത്തിട്ടുണ്ട്, ശരിയാണ്. ശരിയാണ്, വരെ ആളെന്ന് മുറിച്ച തുണി തന്നെയാണ്, അതിനും കുഴപ്പമില്ല. തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, അതും റെഡിയാണ്, അതിനൊന്നും തകരാറില്ല. പക്ഷെ ആ ചെയ്യുന്ന സുജൂദിന്റെ കോലം നോക്ക് നിങ്ങൾ. ഞാൻ അയാളോട് തുടരാൻ പോകുന്നിടത്തുനിന്ന് മാറിപ്പോയതാണ്. ജമാഅത്തോടെ നടക്കല്ലേ, തുടരാന്ന രീതിക്ക് പോയതാണ്. സുജൂദ് കണ്ടപ്പോൾ പേടിയായിപ്പോയി. നമ്മളെന്തിനാ പോയി തുടരാൻ കഴിയൂല.
അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടാകും. നിസ്കരിക്കുന്ന അയാൾ എങ്ങനെ തുടരാനാണ്? നിസ്കാരം അറിയാത്ത ഒരാളെ എങ്ങനെ ഇമാമാക്കി തുടരും? മുന്നിൽ നിൽക്കുന്ന ഇമാമിന് എല്ലാവിധ അറിവുകളും ആ അറിവുകളുടെ പ്രാക്ടിക്കൽ വശങ്ങളും ഒക്കെ അറിയണം. ഓതുന്ന ഫാത്തിഹ സൂറത്തിൽ ഒരൊറ്റ അക്ഷരം അറിയാത്ത ആളാണെങ്കിൽ ഇമാമത്ത് നിൽക്കരുത്. ആ അക്ഷരം എത്ര ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചിട്ട് ഇയാൾക്ക് വഴങ്ങി കിട്ടുന്നില്ല. ബാക്കിയുള്ളവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അയാളുടെ പേര് ഉമ്മി എന്നാണ്. ഉമ്മിയാകണമെങ്കിൽ ഫാത്തിഹ സൂറത്തിലെ 156 അക്ഷരങ്ങളിൽ പകുതി അറിയാതിരിക്കണ്ട, അല്ലെങ്കിൽ അതിൽ 3/4% അറിയാ, കുറഞ്ഞ ശതമാനം അല്ല. വലൗ ബിഹർഫിൻ വലാ ഖുദ്വത ഖാരിഇൻ ബി ഉമ്മിയിൻ. ഷെയ്ഖ് സൈനുദ്ദീൻ അൽ മഖ്ദൂമിൽ മഅബരി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു, ഓത്തറിയുന്നവൻ അറിയാത്തവരോട് തുടരരുത്. ഉമ്മി വലൗ ബിഹർഫിൻ, ഒറ്റ ഹർഫ് കൊണ്ടാണ് ആൾ ഉമ്മിയായതെങ്കിലും എങ്ങനെ മൊഴിഞ്ഞിട്ടും മൂപ്പർക്ക് ഗൈന് കിട്ടില്ല. ഗൈന് ഹൽക്കെന്ന് വരണ്ടേ, ഹുറൂഫുൽ ഹൽഖ് സിത്തത്തുൻ, അതിൽപ്പെട്ടതല്ലേ ഗൈന്. മൂപ്പരെങ്ങനെ ഗൈന് മൊഴിഞ്ഞാലും ഗൈനേ ആകുള്ളൂ. ഗൈന് 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 എന്ന് എത്ര പറഞ്ഞു കൊടുത്താലും വരച്ച് കാണിച്ചു കൊടുത്താലും, ഇനി ഹുൽക്കൂമിലേക്ക് ഇങ്ങനെ തൊണ്ടക്കുയിലേക്ക് കൈയിട്ട് ഇങ്ങനെ പ്രവേശിപ്പിച്ചിട്ട് ഒച്ച ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്താലും പിന്നെയും മൊഴിഞ്ഞന് മുപ്പര് പിന്നെയും ലൈനേ മൊഴിയുള്ളൂ. ലൈന് 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 കറി അതെങ്ങനെ ശരിയാകാം? ലൈന് പറഞ്ഞ അക്ഷരം ഉണ്ട്, അങ്ങനെ അക്ഷരം ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ലൈന് എന്നുള്ള ഒരൊറ്റ അക്ഷരമാണ് കിട്ടാത്തതെങ്കിലും ആള് ഉമ്മിയാണ്. അവിടെയാണ് സഹോദരന്മാരെ സഹോദരിമാരെ നിർബന്ധമായി പഠിക്കൽ. വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ മാത്രമേ ഒരു മുസ്ലിമിന് നിർബന്ധമായി പഠിക്കേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ പഠിക്കൽ സുന്നത്താണ്. ബാക്കി നന്നായി ഓതാൻ അറിവുള്ള ആളെ അറിവ് ചെറിയ അറിവൊന്നുമല്ല. ബാക്കിയുള്ള സൂറത്തുകൾ ഓതുമ്പോഴൊക്കെ പിഴവ് വരുന്ന ആളാണെങ്കിൽ ഒറ്റ സൂറത്തും അയാൾ ഓതാൻ പാടില്ല നിസ്കാരത്തിൽ. അങ്ങനെയല്ലേ നിയമം? ഫാത്തിഹ ശരിയായി ഓതാൻ അറിയും, ബാക്കി ഏത് സൂറത്ത് ഓതിയാലും തെറ്റും. അത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാലും തെറ്റിപ്പോകും. അങ്ങനെയാണോ അയാളെ സ്വഭാവം? ആ ഫാത്തിഹ ഒന്നുകൂടി സൂറത്തിന്റെ സുന്നത്തിന് വേണ്ടി ആവർത്തിച്ച് ഓതിക്കോട്ടെ, എന്നാലും തെറ്റ് വരുന്ന രീതിയിൽ ഒരു സൂറത്തും വേറെ ഓതാൻ പാടില്ല. ഓതാതിരിക്കലാണല്ലോ ഓതുന്നതിനേക്കാളും അയാൾക്ക് നല്ലത്. ഫാത്തിഹ സൂറത്ത് തികച്ചും പഠിക്കേണ്ടത് തന്നെയല്ലേ? തീർത്തും പഠിക്കണം. അതിന് പ്രായം വ്യത്യാസമുണ്ടോ? ഇല്ല. ഇത്ര പ്രായത്തിന്റെ ഉള്ളിൽ പഠിക്കണമെന്നുണ്ടോ? ഇല്ല. പഠിച്ച് ശരിയായിട്ടില്ലെങ്കിൽ ശരിയാവുന്ന കാലത്തോളം പഠിക്കണം. സഹോദരന്മാരും സഹോദരിമാരും പഠിക്കണം, അത് നിർബന്ധമാണ്. 3 തരത്തിലുള്ള അറിവുകൾ പഠിച്ചെടുക്കൽ ഓരോ മുസ്ലിമിനും ഫർള് ഐനാണ്. ഫതഅല്ലമൻ ഇൽമൻ യുസഹിഹു ത്വാഅതൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബി സ്ഖുലാ. ഹദി തലാസതു ഫർളു ഐനിൻ ഫഅരിഫൻ വഅമൽ ബിഹാ തഹസുൽ നജാത്തുൻ വഅതിലാ. നിന്റെ ആരാധനയെ സാധൂകരിക്കുന്ന ഇൽമു നീ പഠിക്കണം, അല്ലേ? പഠിക്കണം. ഞാനിപ്പോൾ ഈ ഫാത്തിഹ സൂറത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, സുബ്ഹാനല്ലാഹ്, പറഞ്ഞപ്പോൾ കൂട്ടത്തിലെന്ന് പറയാം, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ബാപ്പ മരിച്ചു ഉമ്മ മരിച്ചാൽ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് പറയും മക്കളോട്, എന്താ പറയുക, നിങ്ങളെ ഹക്കാണ് ഇതെന്ന്, നിങ്ങളെ ഹക്കാണ്, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചാൽ മതി. അല്ല, ആ നിസ്കരിക്കാൻ ഹക്കുണ്ട്, അവകാശമുണ്ട് എന്ന് തോന്നുന്ന ആള്, അയാളൊരറിവ് വെച്ചിട്ട് അയാൾ പറയുന്നു നിസ്കരിക്കുന്നത് എൻ്റെ ബാപ്പക്ക് എൻ്റെ ഉമ്മക്ക് ഖബറിൽ ഉപകാരം കിട്ടാനല്ലേ, ഞാൻ നിസ്കരിച്ചാൽ എത്രയെന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് ഉസ്താദ് നിസ്കരിച്ചോട്ടെ. ഉസ്താദിൻ്റെ ഓത്തും ശരിയാണ്, ദുആവും ശരിയാണ്, സ്വലാത്തും ഫുള്ളായിട്ട് അറിയും, നേർക്ക് നേരെ ഓതാനും അറിയും, അതിൻ്റെ അർത്ഥം ചിന്തിച്ചു കൊല്ലാനും അറിയും. അപ്പം ഇവർ വിടൂല, ഇവർ അത് നിങ്ങളെ ഹക്കാണ്. എന്ത് ഹക്ക്? ഇത് സ്വത്തൂരിക്ക, നിങ്ങളെ ഹക്കാണ്, ഹക്കാണ്, അതുകൊണ്ട് വിടാൻ പറ്റില്ല, നിങ്ങളെ അവകാശമാണ്. സഹോദരന്മാരെ, ഹക്കോ ഹക്കെന്ന് പഠിച്ചു വെച്ചാൽ മാത്രം പോരാ, ഇയാളിതിന് അർഹനാണോ അല്ലേന്നും കൂടി പഠിച്ചു വെക്കണം. ഈ നിൽക്കുന്ന മോന്
ഒരു പക്ഷേ സാമ്പത്തിക രംഗത്തെ ആൾ അർഹനായിരിക്കും, കുടുംബം നോക്കാനും മറ്റൊക്കെ സാമ്പത്തിക കഴിവുണ്ടാകും, അതിൽ നമ്മൾ നിഷേധിക്കണമൊന്നുമില്ല. മക്കൾക്ക് നേതൃത്വം കൊടുക്കാനും നല്ല പക്വതയുള്ള ആളായിരിക്കും. പക്ഷെ നിസ്കരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യത വേണ്ടേ? നിസ്കരിക്കാൻ യോഗ്യത ഇല്ലെങ്കിൽ ഉള്ളവരെ നിർത്തണം നിസ്കരിക്കാൻ. അങ്ങനെയാണ് വേണ്ടത്. നിസ്കരിക്കാൻ അതിന് യോഗ്യതയുള്ള ആളുകളെ നിർത്തണം. തെറ്റില്ലാതെ ഫാത്തിഹ സൂറത്ത് അവിടെയും ഓതണം, സ്വലാത്ത് പൂർണ്ണമായി ചൊല്ലണം. ഇന്ന് നിസ്കരിക്കാൻ നിൽക്കുന്ന ആൾക്ക് ജനാസ നിസ്കാരത്തിലെ സുന്നത്തുകൾ മുഴുവനായിട്ടും അറിയോ അറിയില്ല, ദുആനെ ഫുള്ളായിട്ട് അറിയോ അറിയില്ല. അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ ദ്വാരന്ന് തീരുന്നവരെ ആവർത്തിക്കേണ്ടി വരും. അത്രേ അറിയുള്ളൂ. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. അത് ആവർത്തിക്ക് പറയുന്നതിനേക്കാളും നല്ലത് പൂർണ്ണമായും ദ്വാരക്കലല്ലേ, എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ദ്വാരക്കലല്ലേ നല്ലത്. അപ്പോ മയ്യത്ത് നിസ്കരിക്കാൻ കിതാബുകളിൽ ബന്ധപ്പെട്ട അവകാശി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിന് അർഹതയും യോഗ്യതയും ഒക്കെ കൂടെ വേണം. അവിടെയാണ് എൻ്റെ ഉപ്പമാരോട് ഞാൻ പറയട്ടെ, ശാഠ്യം പിടിക്കുന്നത് ഒഴിവാക്കിയിട്ട് തീരെ അർഹതയില്ലാത്ത ആളാണെങ്കിൽ അതിന് അർഹതയും യോഗ്യതയും ഉള്ള ആളെ മുന്തിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണ് ചെയ്യേണ്ടതും സ്വീകരിക്കേണ്ടതും അങ്ങനെയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ ആ രൂപത്തിൽ അർഹതയുള്ള മഹാന്മാരെ എത്രയെത്ര പേരെ മുന്തിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിൽ ദർസ് നടത്തുന്ന കാലത്ത് എത്രയോ മഹാന്മാര് വഫാത്തായതിന് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് സ്വന്തം മക്കളല്ല, അവിടെ ദർസ് നടത്തുന്ന സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്. ഒന്നും രണ്ടും ആളുകൾക്കല്ല, ഒരുപാട് ഹദീസുകളിൽ അങ്ങനെ കാണാം. കാരണം അതൊരു യോഗ്യതയാണ്. മദീന പള്ളിയിലെ മുദർരിസാണ്. അതിനേക്കാളും വലിയ യോഗ്യത എന്താണ് വേണ്ടത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അമലും എത്ര വിശാലമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമ് ചെറിയൊരു ഇൽമല്ലല്ലോ, ചെറിയ ശിഷ്യന്മാരല്ലല്ലോ അവർക്കുള്ളത്. ആ മദീന പള്ളിയിൽ അവരെടുത്ത് ദർസ് പഠിക്കാൻ വേണ്ടി വരുന്നത് മദീന നിവാസികളായ ആളുകൾ മാത്രമാണോ? അല്ലല്ലോ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്ന് പഠിക്കുന്നു. മദീന പള്ളിയിൽ ദർസ് നടത്തുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും വലിയ യോഗ്യത മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ദർസ് നടത്താൻ സ്വഹാബത്ത് അംഗീകാരം നൽകി എന്നത് തന്നെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച സ്വഹാബിമാരില്ലേ? ഉണ്ട്. തങ്ങളോടൊപ്പം നടന്നവർ ഇല്ലേ? ഉണ്ട്. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനൊരു വേറിട്ട വ്യത്യാസം ഉണ്ട്. യാത്രയിലും നാട്ടിലും എല്ലാ സ്ഥലങ്ങളിലും മറ്റൊരിടത്തേക്കും പോകാതെ എപ്പോഴും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ നടക്കുകയും എല്ലാ സ്ഥലങ്ങളിലും അവിടുന്ന് പകർത്തി തരുന്ന ഇൽമുകൾ ഹിഫ്ലാക്കുകയും ആ ഹിഫ്ലിന് ചെറിയൊരു കോട്ടം വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുഅ്ജിസത്ത് പ്രകാരം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഹിഫ്ലിനൊരു കുറവും വരാതിരിക്കാൻ വലിയ സന്തോഷം കൈമാറിയിട്ട് അതുകൂടി കിട്ടിയ സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ചെറിയ ഒരു സന്തോഷമല്ല കിട്ടിയത്. അല്ലാഹുവിൻ്റെ റസൂലേ, തങ്ങളിൽ നിന്ന് ഞാൻ ഒരുപാട് ഹദീസ് പഠിക്കുന്നു, പക്ഷേ പല ഹദീസുകളും മറന്നു പോകുന്നു എന്ന് പറയുമ്പോഴേ മറതിക്ക് കാരണമായ കാരണങ്ങളായിട്ട് പഴയ കാലത്തൊന്നും ഉസ്താദുമാര് പല സംഗതികൾക്കും അനുകൂലമായി നിൽക്കാറില്ല, മറതി വരുന്നു കരുതിയിട്ട്. പക്ഷെ ഇന്ന് നമ്മളും ആ വിഷയത്തിൽ പ്രശ്നമാക്കാതെ നിൽക്കുമ്പോൾ പിന്നെ അത് ഇനി ഏറ്റെടുക്കാൻ പിന്നെ ആൾക്കാരും ഇല്ലാതായി വരും. ഉദാഹരണമായി പറഞ്ഞാൽ, ആരും വിഷമമൊന്നും കരുതിയാലും വിഷമമൊന്നുമില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ ഉസ്താദുമാർ മൂല്യന്മാരെ എവിടെക്കെങ്കിലും ഒരു ചെരുപ്പ് എടുക്കാൻ കയറുകയാണെങ്കിൽ അങ്ങക്ക് കറുത്തത് പറ്റൂലല്ലോ എന്ന് ചെരുപ്പ് കടക്കാർ ഇങ്ങോട്ട് മസല പറഞ്ഞു തരും. എന്താ അങ്ങനെ മസല പറഞ്ഞു തരാൻ കാരണം? നമ്മൾ താലീമുൽ മുത്തഅല്ലിം എന്ന് പറയുന്ന കിതാബ് മുതൽക്ക് ഇൽമിന്റെ ആദാബ് ഓതിപ്പടിക്കുമ്പോൾ ഓതിപ്പടിച്ചൊരു വിഷയമല്ലേ അത്.
നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കല്ല, അതിനാലനിസിയാൻ വന്നിടും മറക്കല്ല. കറുത്ത ചെരുപ്പ്. ഇപ്പം നമ്മളും അങ്ങനെ കറുത്ത ചെരുപ്പ് ധരിക്കുമ്പോൾ പിന്നെ ആ മസാല ഇല്ലാതായി പോവുകയാണ്. മറ്റേത് ചെരുപ്പ് കടക്കാർക്ക് വരെ ആ ഒരു സംഗതി ശരിക്കും ഓർമ്മ കിട്ടിയിരുന്നു. നോക്കുങ്ങൾ അല്ലേ, അവർ വരെ പറഞ്ഞു. ഉസ്താദുമാർ അവരിങ്ങനെ ഈ വാസനിക്കുന്ന തരത്തിലുള്ള ഉള്ളി അവർ കഴിക്കാൻ കൂട്ടാക്കൂല. പക്ഷെ ഇപ്പം നമുക്കാണ് കൂടുതൽ ഉള്ളിക്ക് താല്പര്യം തോന്നുന്നുണ്ട് അല്ലേ? ഉള്ളി, വേവിക്കാത്ത ഉള്ളി, അത് ഓർമ്മശക്തിക്ക് കുറവ് വരുത്തുന്നൊരു സംഗതിയാണ്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ജാമിഉ സഗീറിൽ കൊണ്ടുവന്നൊരു ഹദീസ് കാണാം. അൽ ബസ്ലു നയ്യിഉ യുദ്ഹിബുൽ അഖ്ൽ. പച്ച ഉള്ളി ഓർമ്മക്കുറവ് വരുത്തുന്നു. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അതിൽ പച്ച ഉള്ളി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല സ്പെഷ്യലായ ഫുഡ് ഉണ്ടാക്കിയിട്ട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി കൊടുത്തത്. ഒരു ദിവസം തീരെ വിരലും കൈയൊന്നും പതിയാതെ കണ്ടപ്പോൾ മഹാനവറുകൾ പേടിച്ചു പോയി. അന്ന് വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കിയത്. എന്താ നബിയെ, ഇന്നത്തെ ഭക്ഷണത്തിൽ എന്താ കുഴപ്പം? തങ്ങൾ എവിടെയും തൊട്ടിട്ടില്ലല്ലോ. സാധാരണ തളിക തിരിച്ചു കൊണ്ടുവരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ സ്പർശിച്ചിടത്തുനിന്ന് ആദ്യം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരു പിടി വാരും, പിന്നെ ഭാര്യ വാരും, പിന്നെ അടിമ സ്ത്രീയും വാരിയെടുക്കും, പിന്നെ എല്ലാവരും ബാക്കിയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കും. അങ്ങനെയാണ് പതിവ്. പക്ഷെ അന്ന് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഒരു അടയാളം കാണുന്നില്ല. ഇന്നെന്തു പറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഇഷ്ടമില്ലാത്ത, എനിക്ക് വെറുപ്പാകുന്ന ഒരു ഭക്ഷ്യവസ്തു അതിൽ ചേർത്തിട്ടുണ്ട്. എന്താ നബി അതിൽ ചേർത്തത്? നിങ്ങൾ പച്ച ഉള്ളി അതിലതാ വെട്ടിയിട്ടിരിക്കുന്നു, വേവിച്ചിട്ടില്ല, അതിൻ്റെ കറ നീങ്ങിയിട്ടില്ല. നിങ്ങൾ കാണാത്തൊരു വിഭാഗത്തോട് മുനാജാത്ത് നടത്തുന്നവനാണ് ഞാൻ. മലക്കുകൾക്ക് ഇതിൻ്റെ വാസന തീരെ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനത് ഭക്ഷിക്കാറില്ല. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ തീരുമാനം, എങ്കിൽ ഇതുപോലെയുള്ള സ്പെഷ്യലായ ഫുഡ് ഇനി ഇവിടെ ഉണ്ടാക്കുന്നില്ല. പച്ച ഉള്ളി വെട്ടിയിട്ട് കൊണ്ടുള്ള ഒരു ഫുഡും ഞാൻ ഉണ്ടാക്കുന്നില്ല. ഭാര്യ തീരുമാനിക്കുന്നു, മഹാനവറുകൾ തീരുമാനിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഇഷ്ടമില്ല എന്ന് കണ്ടപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, ആ പച്ച ഉള്ളി വേവിച്ചാൽ അതിൻ്റെ കറ മാറി, അത് ഭക്ഷിക്കുന്നതിന് കുഴപ്പമില്ല. പച്ച ഉള്ളിക്ക് അങ്ങനെ ഒരു കേടുണ്ട് എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഹദീസിൽ കാണാം. ഇരിക്കട്ടെ, മറതി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരുപാട് ഹദീസ് ഞാൻ പഠിക്കുന്നു നബിയെ, പലതും ഞാൻ മറന്നു പോകുന്നു. നിങ്ങളെ തോളിലിരിക്കുന്ന, തലയിലിട്ടിരിക്കുന്ന തട്ടം, താഷാളില്ലേ, അതൊന്ന് നിലത്തി വിരിക്കൂ. ഞാൻ എൻ്റെ തട്ടം ഒന്ന് വിരിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ആ ഷാളിലേക്ക് ഇങ്ങനെ വാരിയിടുന്നത് ഞാൻ കണ്ടു. ശേഷം എന്നോട് പറഞ്ഞു, ളുമ്മ ഇലൈക്, അതെടുത്തൊന്ന് ചേർത്ത് പിടിക്കണം. എന്താണ് അതിലേക്ക് വാരിയിട്ടത് എന്ന് എൻ്റെ നോട്ടം കൊണ്ടൊന്നും കാണാനില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുണ്ട്, ആ ഷാള്, ആ തട്ടം എടുത്ത് ഒന്ന് ചേർത്ത് വെക്കാൻ എന്നോട് പറഞ്ഞു. ഞാനതെൻ്റെ നെഞ്ചിലേക്കൊന്നിങ്ങനെ ചേർത്ത് അണച്ചു കൂട്ടി പിടിച്ചു. ഫമാ നസീതു ഹദീസൻ ബഅദഹു, അതിനുശേഷം പിന്നെ ഒരു ഹദീസും ഞാൻ മറന്നിട്ടേയില്ല. ഇഷ്ടം പോലെ ഹദീസ് മഹാനവറുകൾ ദർസ് നടത്തിയിട്ട് ആ ഹദീസ് കേൾക്കുന്നതിനും പഠിക്കുന്നതിനും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരും മുത്തഅല്ലിമുകളൊക്കെ മദീനയിലേക്ക് ഒഴുകിയിട്ട് ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് സ്വഹാബിമാരെ കൂട്ടത്തിൽ വലിയ സ്ഥാനം ഇൽമു കൊണ്ടവർ നൽകിയിരുന്നു. സഹോദരങ്ങളെ, കർമ്മങ്ങൾ നന്നാക്കുന്ന രീതിയിലുള്ള ഇൽമ് അത് പഠിച്ചെടുക്കൽ ഓരോരുത്തർക്കും
നിങ്ങൾക്കും നിർബന്ധമാണ്, എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഫർള് ഐനാണ്. ആലിമീങ്ങൾക്ക് മാത്രമല്ല, മുതഅല്ലിമീങ്ങൾക്ക് മാത്രമല്ല. നമ്മൾ ചെയ്യുന്ന ആരാധന തീർത്തും ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഇൽമു പഠിക്കണം. കുളിക്കുന്ന കുളിയാകട്ടെ, എടുക്കുന്ന വുളു ആകട്ടെ, ചെയ്യുന്ന തയമ്മുമാകട്ടെ, നിസ്കരിക്കുന്ന ജനാസ നിസ്കാരമാകട്ടെ, നജസ് വൃത്തിയാക്കുന്നതാകട്ടെ, ശുദ്ധീകരണമാകട്ടെ, ഏത് കർമ്മവും അത് സ്വഹീഹാകാൻ പറ്റുന്ന തരത്തിലുള്ള അറിവ് അത് പഠിച്ചെടുക്കൽ ഓരോ ആണിനും പെണ്ണിനും നിർബന്ധമാണ്. ഇപ്പോഴും സഹോദരിമാരെ, ഇൽമിന്റെ കുറവ് കൊണ്ട് ഒരുപാട് സംഗതികൾ കാണുമ്പോൾ ബേജാറായിത്തീരാണ്. ഇപ്പൊ അടുത്തൊരു വീട്ടിൽ പോയി, ആ വീട്ടിൽ പോയതൊരു സഹായമായി. അവിടെ ഒരു 15 മിനിറ്റ് വേദറിയാൻ കഴിഞ്ഞു. വേദ സദസ്സിൽ മാത്രം പറഞ്ഞാൽ പോരല്ലോ, വ്യക്തികളോടും പറയേണ്ടി വരും. ഒരു വീട്ടിൽ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു കുട്ടി, ചെറിയൊരു കുട്ടി മൂത്രമൊഴിച്ചിട്ട് ആ കുട്ടിയെ ഒരു ഉമ്മ എടുത്തു കൊണ്ടുപോയി. അപ്പോൾ ഒരു സഹോദരി ഒരു തുണിയും കൊണ്ടുവന്നിട്ട് ആ മൂത്രം ഒഴിച്ചത് ആ തുണി കൊണ്ടുവന്നിങ്ങനെ പരക്കെ തുടച്ച് സഹോദരി ആ ഫാനിന്റെ സ്വിച്ച് വിട്ട് അങ്ങോട്ട് പോയി. ഇപ്പൊ എന്തായി? നേരത്തെ നജസാകാത്ത സ്ഥലത്ത് കൂടി നജസായി. നമ്മളെ ഈ എണ്ണ അപ്പച്ചട്ടിയിൽ എണ്ണ പറ്റല്ലേ, അപ്പച്ചട്ടിയില്ലേ, അതിൽ എണ്ണ പറ്റും പോലെ മൊത്തം കൊണ്ട് തേച്ചു. ഫാനിന്റെ സ്വിച്ച് ഇട്ടു, നോക്കിയിട്ട് വല്ലതും കാണാനുണ്ടോ? ഇല്ല. കാറ്റ് തട്ടിയിട്ടൊരു പക്ഷേ വാസനയും പോയിട്ടുണ്ടാകും. പക്ഷേ നജസ് ഉണ്ടോ? നജസ് ഉണ്ട്, ഹുക്മിയായ നജസ്. ഉളു എടുത്തൊരാൾ വരുന്ന ആ വഴിയിലൂടെ, അയാൾ നേരെ റൂമിലേക്ക് പോകുന്നു, മുസല്ലയിലേക്ക് പോകുന്നു, അവിടെ നജസായി. പരക്കെ നജസായില്ലേ? ആകെ നജസ്, വീട് മൊത്തം നേസാകൂല. അങ്ങനെ ആകുമ്പോ കിടക്കാൻ വേണ്ടി കയറിയെടുത്ത് അവിടെ ആകൂലേ നേസ്? ഇതെങ്ങനെ ശുദ്ധിയാക്കണം എന്നൊരു അറിവിന്റെ കുറവ് കൊണ്ട് വീട് മൊത്തം നജസ് വിട്ടുമാറാത്ത രൂപത്തിൽ വരൂലേ? ഉമ്മമാരെ, അത് തുടച്ചെടുത്താൽ മാത്രം നജസ് നീങ്ങൂല. അതിനേക്കാൾ അധികം വെള്ളം ഒഴിച്ച്, ഒന്നുകിൽ വെള്ളം അവിടെ വറ്റി വരണ്ട് ഉണങ്ങിപ്പോകണം, അല്ലെങ്കിൽ വെള്ളം വടിച്ച് ഒഴിവാക്കണം. ആ ഒരു രൂപം ചെയ്യാതെ ഒരു തുണി എടുത്തിട്ട് മൂത്രം മൊത്തത്തിൽ അങ്ങനെ പരത്തിയിട്ട് തുണിയിലുമാക്കിയിട്ട് തുണി അങ്ങ് കൊണ്ടുപോയാൽ കാറ്റ് തട്ടിയിട്ട് നിലം ഉണങ്ങിയാൽ നജസ് നീങ്ങിപ്പോകൂല. ഇത് നന്നായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. നജസ് വൃത്തിയാക്കുന്ന രൂപവും ഭാവവും നല്ലോണം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതേ, ഭക്ഷണാവശിഷ്ടങ്ങളിൽ എന്തെങ്കിലും നജസ് വന്ന് വീണാല് ആ വീണ പാത്രം കഴുകുന്നിടത്തും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂത്രമായ ബെഡ്ഷീറ്റ്, മൂത്രമായ പുതപ്പ്, മൂത്രമായ തലയിണ, അത് ശുദ്ധിയാക്കുന്നിടത്ത് നല്ല പാഠം പഠിക്കണം. അതേ, ഇത് മൊത്തം കൊണ്ടുപോയി അലക്ക് മെഷീനിലേക്ക് ഒന്നായിട്ട് ഇട്ടിട്ട് വെള്ളം അതിലേക്ക് പമ്പ് ചെയ്തിട്ട് ഒന്ന് കറക്കി റെഡിയാക്കിയിട്ട്, അപ്പൊ ഭർത്താവിൻ്റെ തുണിയും അതിലുണ്ട്. ഒരു നജസും നേരത്തെ തുണിയിലില്ലായിരുന്നു, ഇപ്പൊ നന്നായി മുതനജിസായി മാറി. ഭർത്താവിടുന്ന ഷർട്ടും അതിൻ്റെ ഉള്ളിലുണ്ട്. നേരത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പത് നജസായി മാറി വന്നു. നോട്ടത്തിൽ ഒന്നും അതിൽ കാണാനില്ല. നേരെ എടുത്തിട്ടതാ ആരിൽ കൊണ്ടുപോയി ചിക്കിയിടുന്നു, ഉണങ്ങാൻ വേണ്ടി ഇടുന്നു. ഉണങ്ങിയ ആ വസ്ത്രം ഇവൻ ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നു. നിസ്കാരമില്ല, ജുമുഅ ഇല്ല. ആ ബെഡ്ഷീറ്റ് നേരത്തെ വെള്ളം അതിൻ്റെ മുകളിൽ ഒഴിച്ച് മൂത്രത്തിന്റെ അളവ് അതിൽ നിന്ന് വൃത്തിയാക്കി, മൂത്രം റെഡിയാക്കി നജസ് ഒഴിവാക്കി കളയണം. മാഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞ വിഷയം മൊബൈലിലെത്തി, സമയം ഏകദേശം മൊബൈലിലെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒന്ന് മൊബൈലിലാക്കി ഇൻഷാ അല്ലാഹ് നിർത്തും. ആ മൂത്രമായ പുതപ്പ്, മൂത്രമായ ബെഡ്ഷീറ്റ്, വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ നജസ് കളയണം. ശേഷമേ അതൊരു ബക്കറ്റിലിട്ടുകൊണ്ട്
വെള്ളത്തിൽ മുക്കിയിട്ട് വേറെ എന്തെങ്കിലും സോപ്പോ മറ്റോ തേച്ച് വൃത്തിയാക്കാവൂ. ആദ്യം കൂടെ കൊണ്ടുപോയിട്ട് മെഷീനിലോ മറ്റു വസ്ത്രത്തിൻ്റെയോ കൂടെ വെള്ളത്തിലിട്ടിട്ട് നജസ് ആകാത്തതിലേക്ക് കൂടി നജസ് പകർത്തരുത്. ഇത് നേരത്തെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് അതിൻ്റെ മേലെ വെള്ളം ഒഴിച്ചിട്ട് നജസ് കളയണം. അതിനെത്രമാത്രം വെള്ളം ഒഴിക്കണോ അത്രമാത്രം വെള്ളം ഒഴിക്കണം. ഒന്നാകെ കൂട്ടിക്കലർത്തിയിട്ട് കുഴച്ചെടുത്തിട്ട് പൊടിയിട്ടിട്ട് ശുദ്ധിയാക്കുന്ന ഏർപ്പാടില്ലേ, പലതും ശുദ്ധിയാകാറില്ല, നജസ് വിട്ട് മാറാറില്ല. ശരിക്ക് ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. നമ്മളെ ധാരണയിൽ നമ്മളൊക്കെ ചെയ്ത് ഇബാദത്തൊക്കെ ആയിരിക്കും, പക്ഷേ ഷർത്ത് വെക്കാത്തത് കൊണ്ട് ഒന്നും എവിടെയും എത്തിയിട്ടുണ്ടാകൂല. ആരാധനയെ സാധൂകരിക്കുന്ന ഇൽമ് ഒന്നും രണ്ടും അല്ല, പലതും ഉണ്ട്. അതൊക്കെ നീ പഠിച്ചെടുക്കണം. കുളി ശരിയാവണ്ണം ശരിയാക്കണം. കുളി റെഡിയായിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ വെള്ളം ഒഴുക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഫർള് കുളിയാണെങ്കിൽ ജനാബത്ത് ഉയരൂല. ജനാബത്ത് ഉയരാതിരുന്നാലോ നിസ്കാരം ശരിയാകൂല, പള്ളിയിൽ കയറാൻ പറ്റൂല, ഖുർആൻ ഓതാൻ പറ്റൂല, ഖുർആൻ തൊടാൻ പറ്റൂല, പല വിഷയങ്ങളും നിനക്ക് തടസ്സമായി വരും. ജനാബത്ത് കുളി അലി റളിയല്ലാഹു അൻഹു ഏറ്റവും പേടിച്ചിരുന്ന വിഷയമാണ് എന്ന് കാണാം ഹദീസിൽ. എന്തേ അലി റളിയല്ലാഹു അൻഹു ജനാബത്ത് കുളി പേടിക്കാൻ കാരണം, നല്ലോണം അത് ശ്രദ്ധിച്ച് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, ഇനി പറഞ്ഞതുകൊണ്ട് വസ്വാസം കൊണ്ട് ടാങ്കിലെ വെള്ളം മൊത്തം തീർക്കരുത്, നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ആകേണ്ടടുത്ത് വെള്ളം ഒഴുകേണ്ടതുപോലെ ഒഴുകിയിട്ടില്ലെങ്കിൽ, ഏതെങ്കിലും ഭാഗത്ത് വെള്ളം നനയുന്നതിന് തടസ്സമായ എന്തെങ്കിലും വന്നു ചേർന്നെങ്കിൽ കുളിയാകൂല. ശരിയായ നിലക്ക് കുളിയായെങ്കിലേ ജനാബത്ത് ഉയരൂ. നിയ്യത്ത് വെക്കേണ്ടതുപോലെ വെക്കണം, കുളിക്കേണ്ട രൂപത്തിൽ കുളിക്കണം. സുബ്ഹാനല്ലാഹ്, കുളിക്കുമ്പോഴും വുളു ചെയ്യുമ്പോഴും വെള്ളം ചേരുന്നത് തടയുന്ന മുടിക്കോ താടിക്കോ ഡൈ ചെയ്ത എന്തെങ്കിലും കളറുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നം തന്നെയാണ്. വെള്ളം കൊണ്ട് ചേരൂല. 2 മാസമൊക്കെ ദീർഘായുസ് നിൽക്കുന്ന തരത്തിലുള്ള ഡൈ ചെയ്യലൊക്കെ ഉണ്ട്. 800 900 കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ആ കളറ് മാത്രമേ ഉണ്ടാകുള്ളൂ, ഒന്നും അങ്ങോട്ട് ചേരൂല. വെള്ളം ചേരുന്നതിനെ തടയുന്നൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. ഉണ്ടായാൽ വുളു ശരിയാകൂല, കുളിയും ശരിയാകൂല. പിന്നെന്താ ശരിയാ? പിന്നെ ഒന്നിനും പറ്റൂല, അവനെ ഒന്നിനും പറ്റൂല. ആൾക്കാർ കളറ് മാത്രമേ ഉള്ളൂ, ആ കാണുന്ന കളറ്, വേറൊന്നുമില്ല. അതുകൊണ്ട് അപ്പം അടുത്തൊരു ദിവസം ഒരു സുഹൃത്ത് വിളിച്ചിട്ട്, ഉസ്താദേ ബാപ്പാൻ്റെ ഒരു കുളിയെങ്കിലും ശരിയായിക്കോട്ടെ എന്ന് എഴുതിയപ്പോൾ മരിച്ച സമയത്ത് തലമുടി മൊത്തം പഠിച്ചു എന്ന് പറഞ്ഞു. എന്തിനാ പഠിച്ചു എന്ന് വെച്ചു, വെള്ളം കൂടി ചേരണ്ടേ, അതുകൊണ്ട് മുടിയൊക്കെ പഠിച്ചു. ഞാൻ മുടി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് വിളിച്ചത്. മുടി പറക്കത്തിന് സൂക്ഷിക്കാൻ പറ്റിയ മുടിയൊന്നുമല്ലല്ലോ, അതാ കുഴിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മറവ് ചെയ്തേക്കുന്നു പറഞ്ഞു. ഒരു കുളിയെങ്കിലും ശരിയായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് വലിയ അപകടമാണ്. നമ്മളെ ആൾക്കാർക്കൊക്കെ മോഡിഫിക്കേഷൻ മാത്രമേ പലർക്കും ചിന്തയുള്ളൂ, ധാരണയുള്ളൂ. പറ്റൂലേ എന്നുള്ളൊന്നും ചിന്തയില്ല. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. ആരാധനയെ സാധൂകരിക്കുന്ന ഇൽമു ശരിക്ക് പഠിക്കണം. ഹജ്ജിന് പോകുന്നവർ, ഉംറക്ക് പോകുന്നവർ, സിയാറത്തിന് പോകുന്നവർ തുടങ്ങി നിത്യജീവിതത്തിലെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ എത്ര വാള് പറഞ്ഞാലും മാറ്റാത്ത ഒരു സംഗതി ഉണ്ട്. എന്താണെന്നറിയോ? ഇപ്പോഴും കാണാം, നാളെ രാവിലെ ശ്രദ്ധിച്ചു കൂടി കാണാം. എഴുന്നേറ്റ ഉടനെ തന്നെ മിസ്വാക്ക് എടുത്തിട്ട് അങ്ങോട്ട് മിസ്വാക്ക് ചെയ്യും. മിസ്വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ആദ്യം പോയി ഒന്ന് മൂത്രയിക്കും. ആദ്യം പോയി മൂത്രയിക്കല്ല വേണ്ടത്. എഴുന്നേറ്റ ഉടനെ തന്നെ ദിക്ർ ചൊല്ലിയിട്ട് ആദ്യം മുൻകൈ 3 പ്രാവശ്യം കഴുകണം, പിന്നീട് 3 പ്രാവശ്യം കൊപ്പിളിക്കണം, പിന്നീട് 3 പ്രാവശ്യം മുഖം കഴുകണം. എന്നിട്ടാണ് 1നും 2നും വേണ്ടി ഇരിക്കേണ്ടത്. അതിൻ്റെ മുമ്പിരിക്കരുത്, എന്നിട്ടായിരിക്കേണ്ടത്. അത് കഴിഞ്ഞ ശേഷം വുളൂഇന്റെ ദിക്ർ ചൊല്ലിയിട്ട് മുൻകൈ കഴുകണം. ശേഷം മിസ്വാക്ക് നനച്ച് മിസ്വാക്ക് ചെയ്യണം. എന്താ പണി? മിസ്വാക്ക് ആദ്യം ഇങ്ങനെ ഹൂ ഹൂ എന്ന് പറഞ്ഞ് മിസ്വാക്ക് ചെയ്യും, പിന്നെ കാണാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കൊടുക്കുന്നത്. അങ്ങനെയാണോ മിസ്വാക്ക്? അപ്പോഴാണോ മിസ്വാക്ക് ചെയ്യേണ്ടത്? അല്ലല്ലോ. മുൻകൈ കഴുകിയ ശേഷം മിസ്വാക്ക് ചെയ്യുമ്പോൾ 2 മിസ്വാക്ക് ഒരുമിച്ച് കിട്ടിയില്ലേ? വുളൂഇന്റെ മിസ്വാക്കും കിട്ടി, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് മിസ്വാക്കും കിട്ടി. രണ്ടും ഒരൊറ്റ സമയത്ത് കിട്ടിയില്ലേ? മറ്റേത് വുളൂഇന്റെ മിസ്വാക്ക് എവിടെ? വുളൂഇന്റെ മിസ്വാക്കിന്റെ സമയം മുൻകൈ കഴുകിയ ശേഷമാണ്. അങ്ങനെയല്ലേ സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ആദ്യം മുൻകൈ കഴുകണം, പിന്നീട് ഫസിവാക്കുൻ മിസ്വാക്ക് ചെയ്യണം, പിന്നീട് ഫമൽമലത്തുൻ വസ്തിൻഷാഖുൻ, പിന്നീട് കൊപ്പിളിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം.
അത്തർത്തീവുണ്ടെങ്കിലല്ലേ ഉളൂവിൻ്റെ മിസ്സാ കിട്ടുള്ളൂ. ആ രീതിയിലാണ് ചെയ്യേണ്ടത്. ആ സമയത്ത് 2 നിയ്യത്തും ചെയ്യണം. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സുന്നത്തും ഉളൂവിൻ്റെ സുന്നത്ത് രണ്ടും കരുതണം. അപ്പൊ ആരാധനയെ സാധൂകരിക്കുന്ന ഇൽമു നന്നായി പഠിക്കണം, ഒരു മേഖലയല്ല എല്ലാ മേഖലയിലും. പിന്നെ അഖീദത്തൻ, വിശ്വാസത്തെ ശരിപ്പെടുത്തുന്ന ഇൽമും പഠിക്കണം. വിശ്വാസം തെറ്റിപ്പോകാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസത്തിൽ ഒന്നിൽ പോലും ചെറിയ ഒരു സംശയത്തിന്റെ വകുപ്പ് പോലും വരാത്ത രീതിയിൽ അതിൻ്റെ ഇൽമു പഠിക്കണം. എല്ലാ വിഷയത്തിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ആ റബീഉൽ അവ്വൽ അങ്ങനെ 30 ദിവസത്തെ മൗലൂദ് അങ്ങനെ വേണ്ടില്ലേന്നു, ഒരു ദിവസം കൊണ്ടൊക്കെ ചുരുക്കായിരുന്നു. അല്ല, അത് 30 ദിവസമല്ല, എല്ലാ ദിവസവും പറയേണ്ട മദ്ഹാണ്. ഞാനതിൻ്റെ തെളിവിലേക്ക് കിടക്കല്ല. പരിശുദ്ധ ഖുർആൻ അത്രയും കൂടുതൽ മദ്ഹ് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? വിഷയം പറയാൻ പഠിപ്പിച്ച എന്തെങ്കിലും ഉണ്ടോ? അത് ശരിക്കും പഠിക്കണം. കാര്യങ്ങളൊക്കെ റെഡിയാണ്, പക്ഷെ തൽക്കീം വേണ്ടില്ലേന്നു. ഖബറിൻ്റെ ഉള്ളിൽ കിടത്ത് പിന്നെന്താ പുറത്തുനിന്ന് ഒരാളിങ്ങനെ ഒതുക്കി കൊടുക്കുന്നത് വേണ്ടില്ലേന്നു. എന്താ അവിടെ മൂപ്പർക്ക് സംശയം. ആ സംശയങ്ങൾ തീർക്കണം. എവിടെ വിശ്വാസരംഗത്ത് വൈകല്യം വരുന്നത് തീർക്കണം, മാറ്റണം. ഒരു കറയില്ലാത്ത ശരിയായ വിശ്വാസം വേണം. മൂന്നാമത് മുസക്കിയൽ ഖൽബ്, ഖൽബിനെ സ്ഫുടം ചെയ്യുന്ന സംസ്കരിക്കുന്ന ഇൽമ് അത് പഠിക്കണം. ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മനുഷ്യൻ അല്ലാഹു തആല കാര്യമായി സൂക്ഷിക്കാൻ തന്നിരിക്കുന്നത് 7 അവയവങ്ങളാണ്, അല്ലേ? 7 അവയവങ്ങളാണ്. നരകത്തിന്റെ ബാബുകളും 7 എണ്ണമല്ലേ. ലഹാ സബ്അതു ബുവാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. 7 അവയവങ്ങളും സൂക്ഷിക്കണം. 7 കവാടത്തിൽ ഒന്നിലേക്കും ഒരു അവയവം പോകാൻ കാരണമാകരുത്. അതിന് 7 അവയവങ്ങളും സൂക്ഷിക്കേണ്ട വിധത്തിൽ സൂക്ഷിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള തസ്കിയത്തുൽ ഖൽബ് ലഭിക്കുക. അല്ലാഹു തആല ഈ 3 തരത്തിലുള്ള ഇൽമും ശരിയായ വിധത്തിൽ സ്വായത്തമാക്കാനുള്ള കഴിവ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിക്കുമാറാകട്ടെ. പഠിച്ച ഇൽമിൽ അല്ലാഹു തആല ബറക്കത്ത് ഏറ്റി നൽകുമാറാകട്ടെ. പഠിക്കുന്ന ഇൽമു മുഴുവനും നാഫിയായ ഇൽമായി അല്ലാഹു തആല വളർത്തി തരുമാറാകട്ടെ. ജീവിതാവസാനം വരെ മുതഅല്ലിമായി ഇൽമു പഠിക്കാൻ, ഇൽമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ദാറുൻ നജാത്ത് സ്ഥാപനം ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സഖാഫി ഉസ്താദും അതുപോലെ തന്നെ സഹകാരികൾ നമ്മുടെ മൊയ്ദു സാദി ഉസ്താദ് അടക്കം പലരും ഉണ്ട് ഇവിടെ. സ്ഥാപനത്തിനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്, പലരും ഉണ്ട്. അവരൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ സഹകാരികളും ഉപദേശികളും അതുപോലെ തന്നെ ഇതിന് വേണ്ടി സഹകരിക്കുന്ന ആളുകളുമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി ചോദിച്ചപ്പോൾ ഒരുപാട് സംഭാവനകൾ, വാഗ്ദാനങ്ങൾ നൽകിയവരുണ്ട്. അല്ലാഹു തആല ഒക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തി, അതുപോലെ തന്നെ കൂടെയുള്ള ആളുകളും സഹകരിച്ച് 15 വർഷം നമ്മുടെ ഈ സ്ഥാപനം 15ാം വാർഷികമാണ്, അല്ലേ? 15ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. വലിയ സന്തോഷമുള്ള വേളയിലാണ് ഇപ്പം നമ്മളുള്ളത്. ഒരുപാട് ഉസ്താദുമാർക്ക്, മുഅല്ലിമുകൾക്ക്, ഉസ്താദുമാർക്ക് സനദ് ദാനം നിർവഹിച്ച നല്ലൊരു സന്ദർഭമാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനം ഉത്തരോത്തരം അല്ലാഹു തആല ഉയർത്തി തരുമാറാകട്ടെ. സ്ഥാപനത്തിന് വേണ്ടി സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തും ഇസ്സത്തും ഉത്തരോത്തരം അല്ലാഹു തആല ഉയർത്തി നൽകുമാറാകട്ടെ. നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സർവർക്കും ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടി ദുആ കൊണ്ടറിയിച്ചവർക്കൊക്കെ ദീനിൻ്റെ ഖിദ്മത്തിലായി അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.